ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. നിങ്ങളെ കാണുമ്പോൾ അറിയാൻ പറ്റും, നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് ഇന്നൊരു ഓപ്പൺ ചെയ്ത് 24,000 സംതിങ് 24,100 വരെ പോയ മാർക്കറ്റ് വിത്തിൻ സെക്കൻഡ് ബി പീരീഡ് ആയപ്പോൾ ഒറ്റയടിക്ക് അടിച്ച് തിരിച്ചിറങ്ങി. അവിടുന്ന് അടുത്ത വീണ്ടും തിരിച്ച് കയറിയതിനു ശേഷം പിന്നെ ഒരു സ്മൂത്തായ ഒരു ഡൗൺവേർഡ് മാർക്കറ്റായിരുന്നു നമ്മുടെ മാർക്കറ്റ്, കൃത്യമായി പറയുകയാണെങ്കിൽ. സോ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ലാത്ത രീതിയിൽ അങ്ങ് അടിച്ച് കയറി താഴേക്ക് ഇറങ്ങി. പിന്നെ ഈ 24,830 എന്ന് പറഞ്ഞാൽ ആ ഭാഗമൊക്കെ പൊട്ടിയ സമയത്ത് ആശാൻ കൃത്യമായിട്ട് ഇറങ്ങി. നിങ്ങൾ നോക്കിയാൽ ഞാനന്ന് S2 വരെ പറഞ്ഞിട്ടില്ലായിരുന്നു. എത്രയാണ് എൻ്റെ ടാർഗറ്റ് എന്ന് S2 വരെ പറഞ്ഞു. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചായിരുന്നു, 24,100 ആയിരുന്നു നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞത്. നിഫ്റ്റിയുടെ ഹൈ എത്രയാണ് നിന്ന് വന്നത്? 24,097.95. സോ ബെയറിഷ് റെഫറൻസ് പൊട്ടി മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി തിരിച്ച് വീണ്ടും POC പോയതിനു ശേഷം സെക്കൻഡറി ട്രേഡ് എടുത്ത സമയത്ത് വ്യക്തമായി കിടിലൻ ട്രേഡ് വന്ന് S1 S2 തട്ടി തിരിച്ച് താഴേക്ക് ഇറങ്ങി 23,577 അഥവാ 580 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നു. അവിടുന്ന് കയറി നമ്മുടെ ക്ലോസിംഗ് 23,642 ഭാഗത്ത് നിൽക്കുകയായിരുന്നു. ബാങ്ക് നിഫ്റ്റി സൂപ്പർബ് ട്രേഡ് തന്ന ദിവസമായിരുന്നു. 51,475 ബെയറിഷ് റെഫറൻസ് ആയിരുന്നത്. ആശാൻ അവിടുന്ന് കയറി ഒരു കയറ്റം കയറി POC പോയി, POC ടച്ച് ചെയ്ത് തിരിച്ച് താഴേക്ക് ഒരു ഇറക്കം അങ്ങ് ഇറങ്ങി. പിന്നെ വ്യക്തമായി പറയുകയാണെങ്കിൽ പിന്നെ 50,405 പൊട്ടിയതിന് ശേഷം S1 S2 S3 കഴിഞ്ഞ് അതിനും താഴേക്ക് പോയി കിഡിലൻ ബെയറിഷ് റെഫറൻസ് കിട്ടിയ ദിവസവുമായിരുന്നു. ഇന്ന് റൂമിൽ കിഡിലൻ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി അടാറ് ട്രേഡ് കിട്ടിയ ദിവസം കൂടെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ആഴ്ച വളരെ സംഭവബഹുലമായ ഒരു വീക്ക്ലി ഡൗൺ, നല്ലൊരു കിടിലം ഒരു വീക്കായിരുന്നു നടന്നു പോയത്. ബെയറിഷ് ട്രെൻഡുകളിൽ മാത്രം പൈസ ഉണ്ടാക്കിയ ഒരു വീക്കും കൂടെ ആയിരുന്നു ഈ കഴിഞ്ഞു പോയ ഇന്ന് അവസാനിച്ച മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ. ഇപ്പം ഇന്ന് വന്ന അമേരിക്കയിലെ കുറച്ച് ഡേറ്റാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഡേറ്റാസ് ഒക്കെ പൊതുവെ ഒരു നെഗറ്റീവ്, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു നെഗറ്റീവായ ഡേറ്റ ആണ് വന്നത്. പക്ഷേ ഇപ്പം നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗിഫ്റ്റിന് US-ന്റെ ഡൗ ജോൺസ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 42,700 വന്നൊരു ബെഞ്ച് മാർക്കിൻ്റെ അവിടെ നിൽക്കുകയാണ്. അവൻ തിരിച്ച് ഏകദേശം ഇന്നൊരു 0.7% അപ്പാണ്. നാസ്ഡാക്ക് ഓൾമോസ്റ്റ് 0.6% അപ്പാണ്. അതേപോലെ S&P മിനിയും ഓൾമോസ്റ്റ് 0.6% അപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക മാർക്കറ്റ് എല്ലാം അപ്പായി നിൽക്കുന്നുണ്ട്. നിഫ്റ്റി നമ്മുടെ ക്ലോസ് ചെയ്ത് 625 ഏകദേശം പറഞ്ഞ 140ഓളം പോയിന്റ് നിഫ്റ്റി പ്ലസിലുമാണ് ഇപ്പം നിൽക്കുന്ന അവസ്ഥ. സോ പൊതുവെ ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും ഒരു ഡെഡ് കാറ്റ് ബൗൺസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മൊമെന്റം മാർക്കറ്റിൽ കാണുന്നുണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് ഈ മൊമെന്റം നാളെ ഏതൊക്കെ ലെവലിൽ നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് വെച്ച് നമുക്ക് നോക്കാം. സോ ഇന്ന് നിഫ്റ്റിയെ കുറിച്ച് നിഫ്റ്റി അല്ല, നമുക്ക് ഇന്ന് പറയാം ഒരു ബാങ്ക് നിഫ്റ്റി തുടങ്ങാം. നമ്മൾ ആ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഒരു പ്യുവർലി ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഡൗൺ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഏകദേശം വന്ന 51,618 ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് ഈ POCയുടെ മുകളിൽ പോയതിനു ശേഷം തിരിച്ച് ഇറങ്ങി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ച് ടേൺഡ് ട്രെൻഡ് ഡൗൺ ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC ഒരു കാര്യം ഓർത്തോളാം, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC ഇപ്പോഴും 51,420 ഭാഗത്താണ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് പോയിട്ടില്ല എങ്കിൽ ഈ 51,000 മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് തിരിച്ച് കയറാൻ പറ്റുമെങ്കിൽ ഈ 51,420 ഭാഗത്തേക്ക് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ അത് നമ്മൾ നോക്കേണ്ടത്, നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ POC എത്രയായിരുന്നു? 51,420 നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ POC. അതുകൂടാതെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഏറ്റവും വലിയ കാര്യമായ ഇന്ന് സ്പൈക്ക് വന്നിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി
ഒരു എന്താ എവിടെയാണ് പറയുന്നത്, ബാങ്ക് നിഫ്റ്റി പറയുന്നത് നോക്കുന്ന സമയത്ത് സ്പൈക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം പറഞ്ഞാൽ 50,720 തൊട്ട് 50,620 ഭാഗം വരെ ഒരു സ്പൈക്കും കൂടെ ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു സ്പൈക്കും കൂടെ തന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് കടന്നു പോയത്. സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ POC എവിടെയാണ് നമുക്ക് വരച്ചു വെക്കണം. അപ്പോൾ 51,420 ബാങ്ക് നിഫ്റ്റിയുടെ POC. സോ ഞാൻ ആ POC ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ആ POC മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ മാത്രമേ കുറച്ചും കൂടെ ഈസി അറിയാൻ പറ്റും. 51,420 ഇന്ന് POC. അത് POC ആൻഡ് ട്രെൻഡ് ഡേ. ഇന്ന് ട്രെൻഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഒരു ട്രെൻഡ് ഡേയും കൂടെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ POC കൂടെ വച്ചു. 51,420 ആണ് വരുന്നത്. സോ ഈ 51,420 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാരാമീറ്റർ. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ VWAP നിൽക്കുന്നത്, VWAPനും താഴേക്ക് വരാനുള്ള ഒരു സമയമൊന്നും ബാങ്ക് നിഫ്റ്റി കൊടുത്തിട്ടില്ല. 51,233 VWAP നിൽക്കുന്നത്. അപ്പോൾ എന്താണ് 51,233 VWAP നിൽക്കുന്നത്. അപ്പം സോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്നുള്ളത്, കാരണം VWAPും POCക്കും മെർജ് ചെയ്യാൻ ഒരു സമയം കൊടുക്കാത്ത വിധത്തിലൊരു അടിയായിരുന്നു നമ്മളെ മാർക്കറ്റിൽ സംഭവിച്ചത്. സോ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി നോക്കേണ്ട ഒരു കാര്യം ഓർത്തോളൂ, ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 50,735 എന്നെക്കുറിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. സോ 50,735 താഴെ മാത്രമേ ഞാൻ ഇനി ഒരു ബാങ്ക് നിഫ്റ്റി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിൽക്കുകയുള്ളൂ. എത്രയാണ്? 50,735 താഴെ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. സോ ആ 50,735 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ അടുത്ത വരാൻ പോകുന്നത് 50,460. ഇനി വേറെ ചെറിയൊരു ഇതുണ്ട്, ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. 50,617 ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. 50,617 ചെറിയ ഒരു സപ്പോർട്ടാണ്. എന്താണ് ഇങ്ങനെയുള്ള സപ്പോർട്ട് എന്ന് പറയാൻ പോലെ ഒരു ചെറിയൊരു സപ്പോർട്ടാണ് 50,617. അതിന് താഴെ മാർക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ S2 എന്ന് പറഞ്ഞ രീതിയിൽ 50,460. 50,460 അത് S2 എന്ന് പറയുമ്പോൾ 50,460. അതിന് താഴെ S3 എന്ന് പറഞ്ഞ ഇതിൽ നിൽക്കുമ്പോൾ സമയത്ത് അടുത്ത വരുന്നത് 50,384 എന്ന് പറഞ്ഞ ഈ POC. എത്രയാണ്? 50,384. ചുരുക്കി പറഞ്ഞ സീരീസ് ഓഫ് അടുപ്പിച്ച് സപ്പോർട്ടുകളും ഉള്ള ഒരു ലെവലാണ് ബാങ്ക് നിഫ്റ്റിക്ക്. അപ്പം വ്യക്തമായിട്ട് ഓർത്ത് വെച്ചേക്കുള്ളൂ. എന്താണ് 50,735 താഴെ മാത്രം സെല്ലിംഗ് എടുക്കാം. 50,617, 50,460, 50,384 ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ താഴേക്കുള്ള ലെവൽ. ഇനി നമുക്ക് പോകാം മുകളിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 51,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ, 51,000 നിങ്ങൾ ഈ 51,420 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് റെഫറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 51,420 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു മൂവ്മെൻറ്റം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ 51,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 51,000 ഒരു ബുള്ളിഷ് റെഫറൻസ്. എത്രയാണ്? ഇൻട്രാഡേ ബുള്ളിഷ് ആണ്. ഏതായാലും ട്രെൻഡ് ചേഞ്ചിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇൻട്രാഡേയിൽ ഒരു ബുള്ളിഷ് 51,000 മുകളിലാണ്. സോ 51,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ചെറുങ്ങനെ ഒരു മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈ VWAP-ആയ 51,233 ഭാഗത്തും ഇന്നത്തെ POC-ആയ 54,420 ഭാഗത്തും അതിനു മുകളിൽ 51,630 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC, അതായത് ഇന്ന് വ്യാഴാഴ്ചത്തെ POC-യുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ ഓർത്തോളുക, ഞാൻ ഈ R3 വരയ്ക്കുന്നതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് എവിടം വരെയാണ്? സോ 54,000 ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 51,233, 51,420, 51,630 ഭാഗത്തേക്കും. 50,735 പൊട്ടുകയാണെങ്കിൽ 50,617, 50,460, 50,384 എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്.
ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി. ഇപ്പോൾ നിഫ്റ്റിയുടെ നമ്മളെ തമ്പനയിൽ എന്താണ് ഉദ്ദേശിച്ചത്? നിഫ്റ്റി 23,580 പൊട്ടിയാൽ രക്ഷയില്ല. 23,000 വരുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു എൻ്റെ തമ്പനയിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾ പറഞ്ഞില്ല, ഇന്ന് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്ന ഡൗൺവേർഡ് ട്രെൻഡിൽ നിന്ന് ട്രെൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്ത 23,577 എന്ന് പറഞ്ഞ ആ പി യു സിയുടെ ഭാഗത്ത് നിഫ്റ്റി വ്യക്തമായ ഒരു സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി പോയിട്ടുണ്ട്. സോ അതിന് മുകളിൽ നിൽക്കുക, ആ ഒരു സപ്പോർട്ട് പൊട്ടിയാൽ നിഫ്റ്റിയിൽ നല്ലൊരു സെല്ലിംഗ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു HVN സോണും കൂടെ ആഡ് ചെയ്ത് 23,541 ഞാൻ ബെറിഷ എടുക്കുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ ട്രെൻഡ് ഡൗൺ ആയിരുന്നു. POCക്ക് താഴേക്ക് മെർജ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തില്ല. മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻ ഹാൻഡിലുണ്ട്. HPDയിൽ ഒരു സെല്ലിംഗ് വന്ന എക്സ്റ്റൻഷൻ ഹാൻഡിൽ 23,817 എന്ന സെല്ലിംഗ് ഉണ്ട്. അതിനുശേഷം സ്പൈക്ക് വന്ന 23,680 തൊട്ട് 23,571 വരെ ഉള്ള ആ ഒരു ഭാഗത്തെ സ്പൈക്കിന്റെ ഒരു കാര്യവും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് കുറേ മാർക്കറ്റ് നാളെ ഈ മാർക്കറ്റ് ഒരു കാര്യം എപ്പോഴും ഓർത്തുകൊള്ളുക, എപ്പോഴും മാർക്കറ്റ് തിരിച്ച് റിവേഴ്സൽ റാലി വരുന്ന സമയത്ത് മീൻ റിവേർഷൻ വരുന്നത് ട്രെൻഡ് ഡേ വല്ലം മുമ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ആസ് പെർ ദി മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ പോസിബിൾ ആണ്. സോ നാളെ മാർക്കറ്റ് ഈ പറഞ്ഞ ഏതാണ് 23,700 മുകളിൽ അല്ലെങ്കിൽ 23,700 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഇന്നത്തെ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ചുരുക്കി പറഞ്ഞ ഒരു റിവേഴ്സൽ ട്രേഡ് വരുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ നമുക്ക് എൻട്രി ചെയ്യാനും സാധിക്കുന്നതാണ്. സോ നിഫ്റ്റിയിൽ ഇന്നത്തെ POC എന്ന് പറയുമ്പോൾ 23,940 ആണ്. ഞാനത് മാർക്ക് ചെയ്തേക്കട്ടെ, കാരണം നിഫ്റ്റിയുടെ POCക്ക് താഴേക്ക് ഇറങ്ങാം അവന്താണ് ഒന്ന് എടിച്ചോടാൻ അവസരം തരാത്ത വിധത്തിൽ അടിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് POC താഴെ മെർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ 23,940 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഇന്നത്തെ POC. അതും ട്രെൻഡ് ഡേ ആണ്. ഇന്നത്തെ ട്രെൻഡ് ഡേ ആണ്. മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻ ഹാൻഡിലുള്ള ഡേ ആണ്. 23,940 ആണ് നമ്മുടെ POCയുടെ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ VWAP എന്ന് പറയുമ്പോൾ 23,860 ആണ്. അപ്പോൾ VWAPനും POCക്കും താഴേക്ക് വരാൻ സമയം കൊടുത്തില്ല. 23,860 ആണ് നിഫ്റ്റിയുടെ VWAPും കൂടെ. ആ VWAPും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു. അപ്പോൾ അത് VWAPിൻ്റെ കളറിന് ഞാൻ കൊടുത്തേക്കാം. സോ എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,540 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. എത്രയാണ്? 23,540 താഴെ മാത്രമേ ഞാൻ ഇനി സെല്ല് ചെയ്യാറുള്ളൂ. 23,540ക്ക് താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ നോക്കാം? 23,540 താഴെ ഫസ്റ്റ് ആകാൻ പറയുമ്പോൾ 23,464 എത്രയാണ്? 23,464. 23,464 RS1. ഓക്കെ, S1 അവിടെ വരച്ചിട്ടുണ്ട്. അതിന് താഴെ അടുത്ത S2 എന്ന് പറയുമ്പം നേരെ അടുത്ത വരുന്ന 23,369. എത്രയാണ്? 23,369. 23 S2 എന്ന് പറയുമ്പോൾ 23,369. അതിന് താഴെ അടുത്ത വരുന്നത് എന്താണ്? S3 എന്ന് പറയുമ്പോൾ 23,216 എന്ന് പറഞ്ഞ ഈ POC, ഈ വിർജിൻ POC 23,216 കഴിഞ്ഞ പ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിച്ചു, വന്നില്ല. അത് ഈ പ്രാവശ്യം തരുമോ എന്ന് നോക്കാം. സോ ഈ ചുരുക്കി പറഞ്ഞാൽ 23,000ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ. അപ്പോൾ 680 ഇന്നത്തെ ഒരു എക്സ്റ്റൻഷൻ ഹാൻഡിൽ. അതിന് പകരം ഞാൻ 23,739 ആണ് ഞാൻ 23,740 ആണ് ഞാൻ ബുള്ളിഷ് റെഫറൻസ്. 20 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,740 ആണ് ഞാനിന്ന് വയ്ക്കുന്നത്. ആ 740ക്ക് മുകളിൽ മാർക്കറ്റ് ഏതുവരെ പോവാൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബുള്ളിഷ് POCയുടെ ഭാഗത്തായ ഫസ്റ്റ് ടാർഗറ്റ് VWAPും അതിന് മുകളിൽ POCയും വേണമെങ്കിൽ അതിന് മുകളിൽ 24,000 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം ഏതാണ്? 24,012 എന്ന് പറഞ്ഞ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. 24,011 അല്ല 12 ആ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം കൃത്യമായി ഓർത്തുള്ള മാർക്കറ്റ് എവിടം വരെയൊക്കെ പോകുന്നു ഓർത്തുള്ള എവിടം വരെയൊക്കെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉള്ളൂ? 23,000
740 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 860, 860 മുകളിൽ നിൽക്കൽ 940, 940ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,012 വരാം. അല്ല ഇനി താഴേക്ക് വരികയാണെങ്കിൽ 23,540ക്ക് താഴെ നിൽക്കുകയാണെങ്കിൽ 464, 369, 216ലേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. സോ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ ഒരു മാർക്കറ്റ്. 23,540 പൊട്ടുകയാണെങ്കിൽ ഇവഞ്ച്വലി മാർക്കറ്റ് എവിടം വരെ വരണം? ഇവിടെയാണ് വിർജിൻ POC ഉള്ളത് 23,216. സോ ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പുറത്തുള്ള എപ്പോഴും മാർക്കറ്റ് മീൻ റിവേർഷൻ വന്ന സമയത്ത് POC to POC സഞ്ചരിക്കാനേ മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. സോ 23,540 താഴെ പൊട്ടുകയാണെങ്കിൽ 23,216 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റിക്ക് 50,600 പൊട്ടുകയാണെങ്കിൽ 50,350 എന്ന് പറഞ്ഞ വിർജിൻ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുണ്ട്. പലരും ചോദിക്കാറുണ്ട് എന്താണ് നമ്മുടെ ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ഇടുന്നത്? ഞങ്ങളുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഇതൊന്നു മാത്രമാണ്. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും വെച്ച് ലൈവായിട്ട് ട്രേഡ് ചെയ്യും. ലൈവായിട്ടുള്ള ട്രേഡ് റെക്കമെൻഡേഷൻ ചെയ്യാറുണ്ട്. ആ റെക്കമെൻഡേഷൻ ട്രേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ആ ലെവലിൽ നമ്മൾ എൻട്രി എടുക്കാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രൈക്കിലുള്ള ഓപ്ഷൻസ് എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ കഴിവതും ഞാൻ ഏത് സ്ട്രൈക്ക് എടുക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം നമുക്കൊരു എൻട്രിയെക്കാട്ടിയും കൂടുതൽ ആവശ്യം എക്സിറ്റ് ആണ്. സോ ആ എക്സിറ്റ് കിട്ടുന്ന നല്ല സ്ട്രൈക്ക് നോക്കി മാത്രമേ, ഇൻ ദ മണി സ്ട്രൈക്ക് നോക്കി മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. ഒന്ന്. രണ്ടാമത് നിങ്ങൾക്ക് ട്രെയിനിങ് ലൈബ്രറിയിൽ ആക്സസ് കാണും. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള കോണ്ടക്സ്റ്റുകൾ എന്തൊക്കെ ട്രേഡ് സെറ്റപ്പുകളുണ്ടോ ആ സെറ്റപ്പുകളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുകയും അത് നിങ്ങളെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കാൻ ഒരു പ്രാവർത്തികമാക്കി തരികയും ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും ഞാൻ തരുന്നതാണ്. ഇതാണ് എൻ്റെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ DM ചെയ്യുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വെള്ളിയാഴ്ച നേർന്നുകൊണ്ട് ഹോളിഡേ 2 days വരുന്നുണ്ട്, അത് ആഘോഷമാക്കുക. So good night, take care, bye bye, signing off from this video, Vishnu Gupta.